4000 വർഷം പഴക്കമുള്ള പുരാതന നഗരത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വീണ്ടും പര്യവേഷണം ആരംഭിച്ചത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദ്വാരകയിൽ വീണ്ടും പര്യവേഷണം. ഗുജറാത്ത് തീരത്തെ കടലിനടിയിൽ പരിശോധന നടത്തുന്നത് ASIയുടെ അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ്ങിന്റെ സംഘമാണ്. വെള്ളത്തിനടിയിലെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പഠിക്കാനും സംരക്ഷിക്കാനുമുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ASI വ്യക്തമാക്കി. അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രൊഫസർ അലോക് ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് 5 ASI പുരാവസ്തു ഗവേഷകരുടെ സംഘം ദ്വാരകാ തീരത്ത് വെള്ളത്തിനടിയിൽ പര്യവേഷണം ആരംഭിച്ചത് എന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. അപരാജിത ശർമ്മ, പൂനം ബിന്ദ്, രാജ്കുമാരി ബാർബിന തുടങ്ങി വനിതാ പുരാവസ്തു ഗവേഷകരും സംഘത്തിലുണ്ട്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വെള്ളത്തിനടിയിലായ പുരാതന നഗരമായ ദ്വാരക ശ്രീകൃഷ്ണന്റെ കർമ്മഭൂമിയായി കണക്കാക്കപ്പെടുന്നു. 2005-നും 2007-നും ഇടയിൽ അവസാനമായി ദ്വാരകയിലും ഓഖ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരകയിലും പര്യവേഷണം നടത്തിയിരുന്നു. ഹിന്ദുമതത്തിലെ സപ്തപുരികളിലൊന്നായ ദ്വാരക മധുരയിൽ നിന്നും ഗുജറാത്തിലേക്ക് മാറിയതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ കടലിൽ നിന്നും വീണ്ടെടുത്തതാണെന്ന് വിശ്വാസം. ഐതിഹ്യങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണന്റെ കാലശേഷം കലിയുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് നഗരം അറബിക്കടലിൽ മുങ്ങി എന്നാണ് വിശ്വാസം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.